നമസ്കാരം. +2 ഇല്ലാതെ തന്നെ ഇനി ഡിഗ്രിക്ക് പോകാം. വിദ്യാർത്ഥികൾക്ക് സന്തോഷമായില്ലേ? ഉഗ്രൻ പദ്ധതിയാണ് കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിനി +2 പഠിക്കാതെ തന്നെ ഡിഗ്രിക്ക് പ്രവേശനം കിട്ടും. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാനായിട്ട് പറ്റും +2 ഇല്ലാതെ തന്നെ. ആർക്കൊക്കെയാണ് +2 ഇല്ലാതെ ഡിഗ്രി എടുക്കാൻ പറ്റുക എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായതിന് ശേഷമാണല്ലോ +2വിന് പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം നിങ്ങൾ ITIയിൽ പോയിട്ട് 2 വർഷത്തെ ഡിപ്ലോമ എടുക്കും. കുറേയധികം കുട്ടികൾ ITIയിൽ പോവാറുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ITIയിൽ പോകുമ്പോൾ 2 വർഷത്തെ ഡിപ്ലോമ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഡിഗ്രിക്ക് പ്രവേശനം കിട്ടും. ഓക്കെ. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം പോളിടെക്നിക്കിൽ പോയിട്ട് 3 വർഷത്തെ ഡിപ്ലോമ എടുക്കാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഡിഗ്രിയുടെ 2ാം വർഷത്തിലേക്ക് പ്രവേശനം കിട്ടും. അതാണിപ്പോൾ ഈ 7/8/2026 കേരള സർക്കാരിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ITIയിൽ പോയി പഠിച്ചാലും നിങ്ങൾക്ക് ഡിഗ്രിക്ക് പോവാം, പോളിടെക്നിക്കിൽ പോയി പഠിച്ചാലും നിങ്ങൾക്ക് നേരെ ഡിഗ്രിക്ക് പോവാം. അങ്ങനെ ഒരു സ്കീം മുമ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് ITIയിൽ പോയിട്ട് ഒരു തൊഴിൽ പഠിച്ച ശേഷം ഡിഗ്രിക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ITIയിൽ പോയിട്ട് 2 വർഷത്തെ ഒരു തൊഴിൽ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഡിഗ്രിക്ക് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഡിപ്ലോമയാണ്, പോളിടെക്നിക്കിൽ നിന്ന് 3 വർഷത്തെ ഡിപ്ലോമ നേടിയതിനു ശേഷം ഡിഗ്രിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഡിഗ്രിയുടെ 4 വർഷ ഡിഗ്രി ആണല്ലോ, അതിലെ 2ാം വർഷത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് 1 വർഷം ലാഭം കിട്ടുന്നതായിരിക്കും. അതാണിപ്പോൾ കേരള സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്.